നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പലതരത്തിലുള്ള കുറച്ച് പ്ലെയേഴ്സാണ് കാണിച്ചു തരുന്നത്. കട്ടിംഗ് പ്ലെയർ ഉൾപ്പെടെ. ഇതൊക്കെ പലരുടെ കയ്യിലും ഉള്ളതായിരിക്കും, പലതും ഉണ്ടാവും. ചിലതൊക്കെ ചിലപ്പോൾ പുതിയ ടൈപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ളത് പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോർമലായിട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്നതായിരിക്കും സാധാരണ കട്ടിംഗ് പ്ലെയർ എന്ന് പറയുന്നത്. ഇത് ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ള ടൂൾ തന്നെയായിരിക്കും. ഇതാണ് ബേസിക്കായിട്ട് പ്ലെയേഴ്സിൽ കട്ടിംഗ് പ്ലെയർ ആണ് ഏറ്റവും കൂടുതലായി. ഇതിന് 2-3 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് ഇവിടെ ഹോൾഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വല്ല നെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് വെച്ച് നമുക്ക് മുറുക്കാൻ പറ്റും. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ 2 സൈഡിൽ കട്ട് ചെയ്യാനും പറ്റും. ഹോൾഡ് ചെയ്യാനും പല ചൂടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ കൈകൊണ്ട് നേരിട്ട് പിടിക്കാൻ പറ്റും. മെഷീനിൽ കട്ട് ചെയ്യുമ്പോൾ ഇളകാതെ പിടിക്കാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ വളഞ്ഞ ഭാഗത്ത് വെച്ച് നമുക്ക് വല്ല നെട്ടൊക്കെ അഴിക്കണമെങ്കിൽ അഴിക്കാം. ചെറിയ രീതിയിൽ ടൈറ്റ് ഉള്ളത്, ഒരുപാട് ടൈറ്റ് ഉള്ളത് നമുക്ക് അതിൽ പറ്റില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഭാഗത്ത് വെച്ച് നമുക്കിപ്പോൾ കട്ട് ചെയ്യാനും പറ്റും. ഇതിപ്പോൾ ഹോൾഡ് ചെയ്യാം, അതുപോലെ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മുറിച്ച് പീസാക്കാം. അതുപോലെ ഈ സൈഡിലും ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ വെച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ 2 സൈഡും അങ്ങനെ കട്ടിങ്ങിനും പറ്റും. അങ്ങനെ 2-3 ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കൊരു നെട്ടൊക്കെ അഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ഫേമായിട്ട്, ഇത് ഫ്ലാറ്റ് ആയിട്ടും ഇവിടെ റൗണ്ട് ആയിട്ടുള്ള 2 സൈഡ് ഗ്രിപ്പ് ഉണ്ട്. അപ്പോൾ പരന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഫ്ലാറ്റായ ഭാഗത്ത് വെച്ച് ഹോൾഡ് ചെയ്യാം. റൗണ്ടിലുള്ള ഐറ്റങ്ങളൊക്കെ ഇപ്പോൾ നെട്ട ബോൾട്ടൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യാനും പറ്റും. അത് ബേസിക് ആയിട്ടുള്ള ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അടുത്തത് വരുന്നത് ഒരു നോസ് പ്ലെയർ ആണ്. ഇത് ഈ കട്ടിംഗ് പ്ലെയറിന്റെ തന്നെ എല്ലാ ഫംഗ്ഷനും ഉള്ളത് തന്നെയാണ്. ഇവിടെ കട്ടിങ്ങും ഗ്രിപ്പും ഇതെല്ലാം ഉണ്ട്. ഇതിന്റെ നോസ് ഇത്തിരി നീണ്ട് കൂർത്ത് വരുന്നതാണ് കട്ടിംഗ് പ്ലെയറിനും വെച്ച് കുറച്ച്. അപ്പോൾ ചെറിയ പോയിന്റിലെ ഗ്യാപ്പ് കുറഞ്ഞിടത്തൊക്കെ ഇട്ട് പിടിക്കാനാണ് നോസ് പ്ലെയർ ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, നോസ് പ്ലെയർ എന്ന് പറയും. പിന്നെ വരുന്നതാണ് സൈഡ് കട്ടർ എന്നാണ് പറയുക. അപ്പോൾ ഈ സൈഡ് കട്ടർ ഇവിടെ ഒരൊറ്റ കട്ടിങ് മാത്രം ഫംഗ്ഷനേ ഉള്ളൂ, ഹോൾഡ് ചെയ്യാനൊന്നും ഉള്ളതല്ല. ഇത് കട്ടിങ് മാത്രമാണ്. അപ്പോൾ ഈ കട്ടിംഗ് പ്ലെയറിൽ ഇതുള്ളപ്പോൾ പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ചില ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ ചേർന്ന് വന്നിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ കട്ടിംഗ് പ്ലെയർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് ഇതിന്റെ കട്ടിങ് ഉള്ളിലാണ്. ഇങ്ങനെയുള്ള ചേർന്ന് പൊട്ടി വരുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ ഈ സൈഡ് കട്ടർ എന്നാണ് അതിന്റെ പേര്. ഇതുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. വേറെ മറ്റു ടൂളുകൾ കൊണ്ടുവന്നത് പറ്റില്ല. അതിന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ചേർന്ന് വരുന്ന, എന്തിനോട് ഒട്ടിച്ചേർന്ന് വരുന്ന ഗ്യാപ്പ് ഉണ്ടാവില്ല. കട്ടിംഗ് പ്ലെയറിന്റെ ഉള്ളിലാണ്. അപ്പോൾ അത് ഉള്ളിലേക്ക് കടത്താനുള്ള ഗ്യാപ്പ് കിട്ടില്ല. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് സൈഡ് കട്ടർ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ അത് നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു ടൂൾ തന്നെയാണ്. അപ്പോൾ അടുത്തത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വയർ സ്ട്രിപ്പറാണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഇതാണ്. വയർ കട്ട് ചെയ്യാനും സ്ട്രിപ്പ് ചെയ്യാനും നമുക്ക് ഇങ്ങനെ മുറിച്ച് പീസാക്കുകയും ചെയ്യാം. അതുപോലെ ചെറുതായി സ്ട്രിപ്പ് ചെയ്തെടുക്കാം. പക്ഷെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വയറ് ഉള്ളിൽ കട്ടായി പോകും. ഇത് നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട ഇതാണ്. ഇപ്പൊ നമുക്ക് ഈ അറ്റം സ്ട്രിപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് സൂക്ഷിച്ച് ഓരോ വയറിന്റെ ഗേജ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്ട്രിപ്പ് ചെയ്യാൻ. അല്ലാതെ ഇരുന്ന ഉള്ളിൽ കമ്പി മുറിഞ്ഞു പോകും. ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് തീരെ വില കുറഞ്ഞൊരു 40 രൂപ 50 രൂപയൊക്കെ വില ഇതിന് വരുന്നുള്ളൂ ഈ ടൂളിന്. വയർ സ്ട്രിപ്പിംഗ് പ്ലെയർ ആണിത്, വയർ സ്ട്രിപ്പർ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതാണ് ഇത്, ഓട്ടോമാറ്റിക് സ്ട്രിപ്പർ എന്ന് പറയും. ഇതാകുമ്പോൾ നമുക്ക് വയറിന്റെ ഗേജ് ഇതൊന്നും ഇതിൽ ഇതുപോലെ ഇവിടെ കട്ടിങ്ങും ഇതിപ്പോൾ പല ഫംഗ്ഷനും ഇതിൽ നടക്കും. ഇവിടെ വെച്ച് വയർ കട്ട് ചെയ്യാം, ഇവിടെ സ്ട്രിപ്പും ചെയ്യാം. അതുപോലെ ക്രിമ്പിങ്ങും, പലതരത്തിലുള്ള ക്രിമ്പിങ്, ഇങ്ങനെ 2-3 ഫംഗ്ഷൻ ഇത് പറ്റും. ഇതിന് കുറച്ച് വിലയുണ്ട്. 10, 750, 800 രൂപ, 500 രൂപ തൊട്ട് പല റേറ്റ് വരുന്നുണ്ട്. ഇതിൽ പക്ഷെ നമുക്ക് വയറിന്റെ ഗേജ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ഏത് സൈസ്, എത്ര കട്ടി കൂടിയതായാലും കുറഞ്ഞായാലും ഇവിടെ വെറുതെ വെച്ച് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് സ്ട്രിപ്പ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് സ്ട്രിപ്പർ എന്നാണ് അതിന്റെ പേര് പറയുന്നത്. അത് വെച്ച് കട്ട് ചെയ്യാനും വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാനും പറ്റും. പിന്നീട് വരുന്നത് നോസ് പ്ലഗ്, ഇതാണ് സർക്ലിപ്പ് എക്സ്ട്രാക്ടർ എന്ന് പറയും. സർക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലോക്കുകളാണ്. ഇത് ഇന്റേണലും എക്സ്റ്റേണലും വരുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ്. ഇത് ഇന്റേണൽ ആണ്, ഇത് എക്സ്റ്റേണൽ ആണ്. ഇതിപ്പോൾ ചെറുതാണ്. അപ്പോൾ ഇന്റേണൽ എന്ന് പറയുമ്പോൾ പുറമത്തെ സൈഡിൽ അകത്തോട്ട് കടന്നു പോകുന്ന ടൈപ്പാണ്. ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് ലോക്കാണ്. അപ്പോൾ പുറമെ സൈഡ് കറക്റ്റ് സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഗ്രിപ്പ് അകത്തോട്ടായിരിക്കും. ഇത് എക്സ്റ്റേണൽ ആണ്. ഇതിന്റെ ഫുൾ സൈഡാണ് കറക്റ്റ് റൗണ്ട്. ഇത് റൗണ്ട് പൈപ്പിന്റെ മുകളിൽ ഇങ്ങനെ ഇടുന്നതാണ്.
അപ്പൊ ഇങ്ങനെയുള്ളതിന് ഒരെണ്ണത്തിന് ഇതിനെ അടുപ്പിക്കണം. അകത്തേക്ക് ഇടാനായാലും എടുക്കാനായാലും ഇതിനെ പ്രസ് ചെയ്താലാണ് എടുക്കാൻ കിട്ടും. ഇത് ഇന്റേണൽ ആണ്. ഇത് എക്സ്റ്റേണൽ ആകുമ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താലാണ് ഊരാൻ കിട്ടും. ഇതിന്റെ മുകളിൽ കൂടെ മോതിരം പോലെയാണ് വരിക. അപ്പൊ ഇതിനെ കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതിന് 2 ഫംഗ്ഷനുള്ള സർക്കിൾ എക്സ്ട്രാക്ടർ എന്ന് പറയും. അപ്പൊ ഇത് അമർത്തുമ്പോൾ പുറത്തോട്ടാണ് വരുന്നത്. എക്സ്പാൻഡ് ചെയ്യാനുള്ളതാണ് അത്. ഇങ്ങനെയുള്ളത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇത് എക്സ്റ്റേണൽ ആണ്. ഇത് ഇതിനകത്ത് അതിനാണ് ഇവിടെ 2 ഹോളുകൾ തരുന്നത്. ഈ പ്ലെയർ അതിനകത്ത് ലോക്കായിരിക്കാനാണ്, തെറിച്ച് പോകാതെ നമുക്ക് ഈസി ആയിട്ട് വരണമെങ്കിൽ ഇതിങ്ങനെ ഇതിനകത്ത് ഇട്ട് ലോക്ക് ചെയ്താൽ പിന്നെ അത് ഊരിപ്പോവില്ല. പിന്നെ നിങ്ങൾ പ്രസ് ചെയ്താൽ ഇത് കുറച്ച് എക്സ്പാൻഡ് ആയി വരുന്ന കാണാം. അപ്പോൾ അതിന്റെ കറക്റ്റ് ഹോളിൽ നിന്ന് ആ ഷാഫ്റ്റിൽ നിന്ന് കുറച്ചൊന്ന് എക്സ്പാൻഡ് ആയാലാണ് അതിനകത്ത് ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്കിനകത്ത് ചെന്നപ്പെടും ആ ഗാഡിയിൽ. അപ്പൊ അതിനുള്ളതാണ് ഇത് സർക്കിൾ സ്റ്റാർട്ട്. ഇത് എക്സ്റ്റേണൽ ആണ്. ഇത് ഇന്റേണൽ ആകുമ്പോൾ നമുക്ക് പ്രസ് ചെയ്യാണ് വേണ്ട. ഈ ഉള്ള ഷേപ്പിൽ നിന്ന് കുറച്ചും കൂടി ചെറുതാക്കണം, എന്നാലാണ് പൈപ്പിനകത്തേക്ക് ഇങ്ങനെ കയറി പോകണമെങ്കിൽ ഇതൊന്ന് ചുരുക്കി കൊടുത്താലാണ്. എന്നിട്ട് അവിടെ പോയി വിടുമ്പോൾ അത് അവിടെ ലോക്കായിരിക്കും. അപ്പൊ അതിനുള്ള സർക്കിളിപ്പ്, ഇതാണ് സർക്കിളിപ്പ് എന്ന് പറയുന്നത്. ലോക്കുകളാണ്, ബെയറിങ്, അങ്ങനെ പല സാധനങ്ങളും കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഷാഫ്റ്റിന് മുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൈപ്പ് പോലുള്ള ഇന്റേണൽ ഹോളിനകത്ത് ലോക്ക് ചെയ്ത് നിർത്താം. ബാക്കി ആ പൊസിഷനിൽ നിന്ന് മാറാതിരിക്കുക. അപ്പൊ പല മെഷീനറി പലതും അഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാം. അപ്പൊ അതിന് ഇങ്ങനെയുള്ള ടൂൾ അല്ലാതെ വേറെ ഒന്നും കട്ടിംഗ് പ്ലെയറോ അയഭാഗ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇതൊക്കെയൊന്നും ചിലപ്പോൾ കിട്ടില്ല. അതൊക്കെ ഈസി ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള സ്പെഷ്യൽ ടൂളുകൾ നമുക്ക് ആവശ്യമുണ്ട്. അടുത്തത് വരുന്നതാണ് ഇത് ഹോസ് ക്ലിപ്പ് ഉണ്ട് വാഹനങ്ങളിൽ. അപ്പോൾ റേഡിയേറ്റർ, വാട്ടർ പൈപ്പുകളുടെയൊക്കെ ഹോസ് അഴിക്കാനുള്ള ഇതാണ് അതിന്റെ ഹോസ് ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ പല സൈസിൽ വരും. ഇത് വണ്ടികളിൽ പല ടൈപ്പ് ഹോസുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ് ക്ലിപ്പ് ഇതിപ്പോ പ്ലെയർ ഒന്നും എത്തില്ല, ഇത് ഇത്രയും എക്സ്പാൻഡ് ആയി വരില്ല. നമുക്ക് മറ്റുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്രയും. അപ്പൊ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൂളാണ് ഇത്. അപ്പൊ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ പൊസിഷനിൽ ലോക്കായി നിൽക്കും, റിട്ടേൺ പോവില്ല. നമുക്ക് അങ്ങനെ പ്രസ് ചെയ്താൽ, അപ്പോൾ റിട്ടേൺ വേണമെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഏത് സൈസിൽ വരുത്താം. ഇതിങ്ങനെ ലോക്ക് ആവുന്ന ടൈപ്പാണ്. ഇതിന് ഏകദേശം 300 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ പോയിന്റിൽ ഇത് പ്രത്യേകം ലോക്കാവും. ഒരു സൈഡ് ഇത് പിന്നായിട്ട് ഒരു സൈഡ് ഇങ്ങനെ. അപ്പൊ അതിനനുസരിച്ചുള്ള തന്നെയാണ് ഇതിന്റെ. അപ്പൊ ഇത് ഇതിനകത്തും വരും, ഈ ഭാഗം ഇതിനകത്ത് കയറി പിടിക്കും. ഇങ്ങനെയാണ് ഇത് വരിക പൊസിഷൻ. നമുക്ക് ആവശ്യത്തിന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ വെച്ച് നമുക്ക് ഇനി ഇത് പ്രസ് ചെയ്താൽ ആ പൊസിഷനിൽ ഇനി റിട്ടേൺ പോവില്ല. കൈവിട്ടാലും അത് അവിടെ ഇരിക്കും. ഹോസിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് റിലീസ് ചെയ്താൽ മതി. വീണ്ടും പ്രസ് ചെയ്താൽ ആ വേണ്ട പൊസിഷനിൽ നിൽക്കും. ഇനി അത് ഊരി എടുക്കണമെങ്കിൽ നമുക്ക് ഈ ലിവർ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിനകത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ റിലീസ് ആവും. അപ്പോൾ അതിനുള്ള ഹോസ് ക്ലിപ്പ് പ്ലെയർ ആണിത്, സ്പെഷ്യൽ പ്ലെയർ ആണിത്. പിന്നീട് വരുന്നത് ഇത് PVC പൈപ്പ് കട്ടറാണ് ഇത് വരിക. നമുക്ക് ഇങ്ങനെ ഇട്ട പൈപ്പുകൾ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ടിയുള്ള പൈപ്പുകളൊക്കെ അതൊരു 1.25 ഇഞ്ച് വരെയുള്ള സൈസിലാണ്, അതിനുള്ള സൈസുള്ള ഇതാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ റിട്ടേൺ വലിച്ചു കഴിഞ്ഞാൽ അത് റിലീസ് ആവും. ഇവിടെ ഒരു ബ്ലേഡ് ആണിത്. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് കട്ടാവുകയാണ് ചെയ്യുക. അപ്പൊ അത് UPVC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ടിയുള്ള പൈപ്പൊക്കെ നമ്മൾ സാധാരണ ഹാക്സ് കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല. ഇതിനകത്ത് ബഡ്സ് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഇതിപ്പോ ഈ പൈപ്പ് ഇതിലെ കട്ടറിൽ കട്ട് ചെയ്താണ്. ഇവിടെ നോക്കിയാൽ വ്യത്യാസം കാണാം, 2 സൈഡിന്റെ മാറ്റം, ഇവിടുത്തെ ഫിനിഷിങ്ങും. അപ്പൊ നമ്മളത് ഇതിനകത്ത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. ഇങ്ങനെ വെച്ചാൽ അത് ഈസി ആയിട്ട്, സമയം അധികം വേണ്ട, കട്ടിങ്ങും ഒരുവിധം നല്ല ക്ലിയർ ആയി കിട്ടും. ആംഗിള് ക്ലിയർ ആയിരിക്കും, അധികം വളവില്ലാണ്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ഇത് വളരെ ഫാസ്റ്റ് ആണ്, അധികം സമയമൊന്നും എടുക്കുന്നില്ല. നമുക്ക് കുറച്ച് കട്ടിയുള്ള പൈപ്പേ പറ്റുള്ളൂ. കനം കുറഞ്ഞ പൈപ്പാണെങ്കിൽ ചിലപ്പോൾ ചതഞ്ഞു പോകും. നമ്മളിപ്പോൾ വയറിംഗ് പൈപ്പ് അങ്ങനെയുള്ളതിന് ചിലപ്പോൾ അത്ര ഇതാവണമെന്നില്ല. പക്ഷെ ഇങ്ങനെ UPVC പൈപ്പുകൾ, വാട്ടറിന്റെ വെള്ളത്തിന് ഉപയോഗിക്കുന്ന PVC പൈപ്പുകളൊക്കെ ഭംഗിയായിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ മങ്കി പ്ലെയർ എന്ന് പറയുന്ന ഇത് ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും. നമ്മൾ വാട്ടർ പൈപ്പ് വർക്കുകൾക്കൊക്കെ, നമ്മൾ ടാപ്പിന്റെ വർക്കുകൾ കഴിക്കാൻ, ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. മങ്കി പ്ലെയർ എന്നാണ് അതിനെ കോമൺലി പറയാം. അതിപ്പോ ഇങ്ങനെ റൗണ്ടിലുള്ള സാധനങ്ങളും പിടിക്കാം. ഇപ്പൊ നട്ട് ബോൾട്ടൊക്കെ കഴിക്കണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത ഇതാണ്. കട്ടിംഗ് പ്ലെയറിന് ഈ ഒരു വലുപ്പത്തിൽ നിന്ന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മങ്കി പ്ലെയർ അങ്ങനെയല്ല. ഇപ്പൊ ചെറിയ സാധനങ്ങളാണെങ്കിൽ ഇങ്ങനെ വെക്കിയത് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മാറുന്നതോറും ഇതിന്റെ സൈസ് വലുതായി വരും. അപ്പൊ വലിയ സാധനങ്ങൾ പഠിക്കണമെങ്കിൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റബിൾ ആണിത്.
കട്ടിംഗ് പ്ലെയറിന്റെ ഫംഗ്ഷൻ തന്നെയാണ് കട്ടിങ് അല്ലെങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ നെറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പൊസിഷനിൽ വെച്ച് നമുക്ക് ഒരുവിധമൊക്കെ ബലത്തിൽ പിടിക്കാം. ടാപ്പുകൾ, സാധനങ്ങൾ, പൈപ്പുകളൊക്കെ എല്ലാ ടൈപ്പ് സാധനവും ഇത് പിടിക്കാൻ പറ്റും. അപ്പോൾ ഈ വലിയ പൈപ്പൊക്കെ ആണെങ്കിലും, ഇനി ഇതിലും വലിയ പൈപ്പ് ആണെങ്കിലും ഇത് കണ്ടില്ലേ, 2 ഇഞ്ച് 1.5 ഇഞ്ച് പൈപ്പ് വരെയൊക്കെ പിടിക്കാം. ഇതിപ്പോൾ 3/4 ഇഞ്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നല്ല ബലമായിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്ട്രോങ് ആയത് സ്ലിപ്പ് ആവുമൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ പറ്റും. മങ്കി പ്ലെയർ ഇതൊരുവിധം പലരുടെ കയ്യിലുള്ളതായിരിക്കും അറിയാവുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു വേർഷനാണ് ഇത് വൈസ് പ്ലെയർ എന്ന് പറയും. വൈസ് ഇത് ആകുമ്പോൾ നമ്മൾ ബലം പിടിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് ടൈറ്റ് ഉള്ളത് നമ്മളെ കൊണ്ട് ഇത് അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ലോക്ക് ഉള്ളതാണ്. ഇവിടെ പ്രസ് ചെയ്താൽ റിലീസ് ആവും റിട്ടേൺ പോകണമെങ്കിൽ. അപ്പോൾ ഈ പൈപ്പിനെ നമുക്ക് ലോക്ക് ഇതിൽ വെച്ചിങ്ങനെ നമുക്ക് ഇത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മൗത്ത് ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമ്മുടെ ആവശ്യത്തിന് വർക്കിന്റെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയ സൈസ് ആണെങ്കിൽ ടൈറ്റ് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവരാം. ആ ലെവലിൽ വെച്ച് ടൈറ്റ് ചെയ്താൽ, ഹോൾഡ് ചെയ്താൽ പിന്നെ അത് കൈ വിട്ടാലും അത് റിട്ടേൺ പോവില്ല. ഇവിടെ എവിടെയെങ്കിലും വെച്ചതിപ്പോൾ ലോക്ക് ചെയ്താൽ അഡ്ജസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്യാം. നമുക്ക് എത്ര വേണം എന്നുള്ളത് ആദ്യം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ലോക്ക് ചെയ്ത് നെറ്റൊക്കെ അഴിക്കുമ്പോൾ പിന്നെ അത് റിലീസ് ആവില്ല. ഇതിപ്പോൾ പിടിച്ചത് ഇനി ഇത് അഴിച്ചാൽ വരില്ല. വൈസ് പ്ലെയർ എന്നാണ് ഇതിന് പറയുക. വൈസ് അറിയാലോ, ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന, ഹോൾഡ് ചെയ്യുന്ന. അതുപോലെ ചെറിയ രീതിയിൽ ഇതിനി യാതൊരു കാരണവശാലും ഇളകി വരില്ല. നമുക്ക് ഒരുവിധം ടൈറ്റ് സ്പാനറിന്റെ അതേപോലെ തന്നെ ഇത് ഹോൾഡായി പിടിക്കും. ഇനി അത് വിടണമെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്താൽ റിലീസ് ആവും. അതുപോലെ നമുക്കിപ്പോൾ വലിയ പൈപ്പ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പൈപ്പിന്റെ റൗണ്ടുള്ള സാധനങ്ങളാണെങ്കിലും നല്ല രീതിയിൽ ഗ്രിപ്പുള്ളതാണ്. അപ്പോൾ നന്നായി പിടിക്കും. അപ്പോൾ നമ്മുടെ ഈ സൈസ് ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. നമുക്ക് എത്ര വലിപ്പമുള്ള സാധനമാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ ഇനി ഇത് അവിടെ ബലമായിട്ട് പിടിച്ചിരിക്കും. മറ്റേ ഇതാണെങ്കിൽ നമ്മൾ ബലമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരുവിധം ടൈറ്റ് കൂടുതലുള്ള നമുക്ക് അത്രയും കൈ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ വിഷമമായിരിക്കും. ഇതിലാകുമ്പോൾ ആ പ്രശ്നമില്ല. ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ കറക്റ്റി കൊടുത്താൽ മതി. അങ്ങനെയുള്ള സൗകര്യമുള്ള സാധനമാണ് ഇത് വൈസ് പ്ലെയർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഒരു RJ45 എന്ന് പറഞ്ഞ കണക്ടർ ഉണ്ട്. ഈ കണക്ടർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലെയറാണിത്. RJ45 ക്രിമ്പിംഗ് ടൂൾ എന്നാണ് ഈ പറയുക. അതൊരു പ്ലെയർ തന്നെയാണ്. അത് നമ്മൾ പലരും കണ്ടു കാണും. ഇപ്പോൾ ലാൻ കേബിൾ, നമ്മൾ കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്ക്, ടെലിഫോണിന്റെ ഇതിലൊക്കെയാണ് ഇത് നേരത്തെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഇപ്പോൾ CCTV ക്യാമറയ്ക്കൊക്കെ ഇത് തന്നെയാണ്. CAT6 എന്ന് പറയും ഇങ്ങനെ ഒരു കേബിള്. ഈ കേബിളിൽ ഇത് ഇങ്ങനെ ഒരു കണക്ടർ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ ഉണ്ടായാലേ പറ്റുള്ളൂ. മറ്റു ഒരു ടൂൾ കൊണ്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ പറയണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇതിനകത്ത് ക്രിമ്പ് ചെയ്ത് ഇതിനകത്ത് വെച്ച് നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്യാൻ മാത്രം. ഇതിനകത്ത് വെച്ചൊന്ന് ലോക്ക് ചെയ്താൽ അതവിടെ ലോക്കായിരിക്കും. ഇതിനകത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്താൽ അപ്പോൾ അത് ക്രിമ്പ് ചെയ്ത് വേണ്ട രീതിയിൽ ചെയ്യണം. അതിന്റെ വീഡിയോ മുന്നേ ചെയ്ത് കാരണം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അതിൽ കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഇതിൽ കട്ടിങ്ങും ക്രിമ്പിങ്ങും ഇതെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ വെച്ച് നമുക്ക് പൈപ്പ് നമ്മുടെ കേബിൾ നമ്മൾ ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്യാനും സ്ട്രിപ്പ് ചെയ്യാനൊക്കെ ഇതിൽ തന്നെ പല പൊസിഷൻ ഉണ്ട്. ഇതിൽ 2-3 പൊസിഷനിൽ ഇതിപ്പോൾ റൗണ്ട് കേബിളിൽ ക്രിമ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. ഇവിടെ ശരിക്കും 2 പീസായി കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ മുറിച്ച് മാറ്റണമെങ്കിൽ നല്ല രീതിയിൽ കട്ടാവും. ഇതുകൊണ്ടാവുമ്പോൾ കട്ടിംഗ് പ്ലെയർ കൊണ്ടാണെങ്കിൽ ചിലപ്പോൾ ഇത്ര ഫിനിഷ് ഇത് ക്ലിയർ ആവില്ല. ഉള്ളിൽ കേബിൾ ഡാമേജ് ഇല്ലാണ്ട് കട്ട് ചെയ്യും വേണം. അപ്പോൾ അതിന് ആവശ്യങ്ങൾക്കൊക്കെ ഈ RJ45 ക്രിമ്പിംഗ് ടൂൾ എന്നാണ് ഇതിന്റെ പേര്. ഇത് 700-750 രൂപയൊക്കെ വില ഇതുണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ്. അടുത്തത് ഇതും ഈ പ്ലെയറുകൾ ഇതും ക്രിമ്പിംഗ് തന്നെയാണ്. പല രീതിയിലുള്ള ക്രിമ്പിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഇതിനകത്ത് ഫെറോൾസ് എന്ന് പറയും. പലതരം ഫെറോൾസ് ഉണ്ട്. ഹോസിന്റെ എൻഡിൽ നമ്മൾ വയറിന്റെ എൻഡിൽ വെച്ച് ഓരോ സൈസ് നമ്മുടെ ഉപയോഗിക്കുന്ന വയറിന്റെ ഗേജ് അനുസരിച്ച് നമ്മൾ വയറിന്റെ എൻഡിൽ വെച്ച് ക്രിമ്പ് ചെയ്യാണ് ഇത് ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ ഒരു വയറിൽ ഇതിപ്പോൾ അതിൽ കിടക്കുന്ന ഇതിലേതാ സെലക്ട് ചെയ്യാം നമുക്ക്. ഇപ്പൊ ഇതിനകത്ത് കയറി അപ്പോൾ ഇതിങ്ങനെ നേരിട്ട് സ്ക്രൂ ചെയ്യുമ്പോൾ അത്ര നല്ല രീതിയിൽ ഫിനിഷിങ്ങും കുറവായിരിക്കും. പിന്നെ അഴിഞ്ഞ് ചിലപ്പോൾ പറഞ്ഞു വരാനും സാധ്യതയുണ്ട്. പക്ഷെ അപ്പോൾ ഇങ്ങനെ ഒരു ഫെറോൾ എന്നാണ് ഇതിനെ പറയുക, പല രീതിയിലുള്ള. അപ്പോൾ ഇത് ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ പിന്നെ അത് എത്രയേ ഉള്ളൂ
ഇത് ഞാൻ തിരിച്ച് ഊരിപ്പോവില്ല, സ്ക്രൂ ചെയ്താൽ നല്ല രീതിയിൽ ഗ്രിപ്പും കിട്ടും കഴിഞ്ഞു വരാണ്ട്. MCB ഇങ്ങനെയുള്ള ഇതിലൊക്കെ മോട്ടറിന്റെ സ്റ്റാർട്ടറിന്റെ അകത്ത് ഉള്ള ഹെവി ആയിട്ടുള്ള വർക്കുകൾക്കൊക്കെ നമ്മളിങ്ങനെ ഫെറോളും കൂടെ വെച്ച് നേരിട്ട് വയർ ചെയ്യുന്നേക്കാളും ഫെറോളുകളാണ് ഉപയോഗിക്കുക. അതുപോലെ ഇപ്പോൾ മറ്റു ഷേപ്പിലുള്ള ഇതൊക്കെ പലതരം എൻഡ് കണക്ടറുകളാണ് വരുന്നത്. ഇപ്പോൾ പലതിലും കണ്ടുണ്ടാവും, വയറിൻ്റെ എൻഡിൽ സ്ക്രൂ ഒക്കെ ചെയ്യുമ്പോൾ അഴിഞ്ഞു പോകാതിരിക്കുക, അങ്ങനെ പലതരം എൻഡ് കണക്ടറുകൾ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ക്രിമ്പിംഗ് ടൂള്, ഇതൊക്കെ ഓരോ ക്രിമ്പിംഗ് പ്ലെയർ ആണ്. ഇതിനകത്ത് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇതിങ്ങനെ വെച്ച് പ്രസ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സൈസിൽ വെച്ച് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇത് ഇവിടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ ആ ഷേപ്പിൽ അത് ഭംഗിയായിട്ട് പ്രസ്സായിട്ട് ഇരിക്കും, വയറ് എൻഡ് വെച്ചിട്ട്. ഇതൊക്കെ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഇപ്പോൾ ചെയ്ത് കാണിക്കാത്തത്. അപ്പം അതിനുള്ള പ്ലെയർ, ഇതൊക്കെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് പ്ലെയറുകളാണ് ഈ വരുന്നത്. ഇത് ഫെറോൾ ക്രിമ്പിംഗ് ആണ് ഇത് വരിക. ഇത് എൻഡ് കണക്ടറുകൾ. അപ്പോൾ ഇതിലും കട്ടിങ് അതിൽ വരുന്നില്ല, അതിൽ ഒറ്റ ഫംഗ്ഷൻ ഇതിൽ വരുള്ളൂ. റൗണ്ട് ഇതിന് ഈ ഒരൊറ്റ ഇത് മാത്രം, പല സൈസിൽ, അത് എല്ലാ സൈസും ഇതിൽ കിട്ടും. പ്രസ് ചെയ്ത് പല വലുപ്പത്തിൽ ആക്കാം നമുക്ക്. ആ ഒരൊറ്റ ഫംഗ്ഷനാണ് ഇതിൽ പറ്റുക. പക്ഷെ ഇതിൽ പലതരം, ഈ ഫംഗ്ഷൻ ഇതിലില്ല. പക്ഷെ മറ്റു രീതിയിലുള്ള ക്രിമ്പിങ്ങുകൾ, വയർ സ്ട്രിപ്പിംഗ്, കട്ടിങ്, അങ്ങനെ പലതും ഈ ഒരൊറ്റ ക്രിമ്പിംഗ് പ്ലെയറിൽ നടക്കും ഇതിൽ. പിന്നെ അടുത്ത ഒരു ടൂള് ഒരു ടൈപ്പ് പ്ലെയർ തന്നെയാണ്. ഇതൊരു ക്രിമ്പിംഗ് തന്നെയാണ്, ക്രിമ്പിംഗ് അല്ല, സ്ട്രിപ്പ് ചെയ്യാനുള്ളതാണ്. ഇത് കൊയാക്സിൽ കേബിൾ എന്ന് പറയും. നമ്മൾ ഡിഷിൽ നിന്ന് TVയിലേക്കുള്ള കേബിൾ കണ്ടിട്ടുണ്ടാവും, അതുപോലെ കേബിൾ TVയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കൊയാക്സിൽ കേബിളും അതിൻ്റെ ഒരു കണക്ടറും. ഇങ്ങനെ ഒരു കണക്ടറാണ് ഇതിൻ്റെ എൻഡിൽ വെച്ച് നമ്മൾ ക്രിമ്പ് ചെയ്യേണ്ടത്. ഇത് ക്രിമ്പ് ചെയ്ത് ലോക്ക് ചെയ്താൽ പിന്നെ തിരിഞ്ഞഴിഞ്ഞ് വരില്ല, നമ്മൾ അതിൽ വെച്ച് ടൈറ്റ് ചെയ്യാം. TVയുടെ പുറകിലോ നമ്മൾ സെറ്റോ ബോക്സിൽ ഇങ്ങനെയുള്ളതിലൊക്കെ ടൈറ്റ് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന കേബിളാണ്, അതിന് കൊയാക്സിൽ കേബിൾ എന്നാണ്. അപ്പോൾ ഈ കേബിൾ കട്ട് ചെയ്യാനും സ്ട്രിപ്പ് ചെയ്യാനും ഇത് ഫിറ്റ് ചെയ്യാനൊക്കെ, അതിന് ക്രിമ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ടൂളാണ് ഇത് വരുന്നത്. ഇതിൽ വെച്ച് ലോക്ക് ചെയ്ത് ക്രിമ്പ് ചെയ്യാണ് ചെയ്യുക. ഇതിനകത്ത് ഇങ്ങനെ കടത്തി വെച്ച് പ്രസ് ചെയ്താൽ അതങ്ങനെ ലോക്കാവും. അപ്പോൾ അതിന് ഉള്ള സ്ട്രിപ്പ് ചെയ്യാനാണ് ഈ ടൂൾ ഉപയോഗിക്കുക. ഇതിപ്പോൾ വയർ കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം, പല ഫംഗ്ഷനും ഇതിൽ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് ഇവിടെ ഏത് ലെങ്ത്താണ് നമുക്ക് ആവശ്യം ആ ലെങ്ത്തിൽ വെച്ച് ഇതങ്ങ് ഇവിടെ വെച്ച് പ്രസ് ചെയ്താൽ പീസ് കട്ടായി വരുന്നുണ്ട്. ഈ കോയാക്സിൽ കേബിൾ ആകുമ്പോൾ നമ്മൾ ഇതിനെ സ്ട്രിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിൻ്റെ ഒപ്പത്തിൽ ഇങ്ങനെ വെച്ച് 2-3 പ്രാവശ്യം ഇങ്ങനെ തിരിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വലിച്ചാൽ ഇതെങ്ങനെ ഭംഗിയായിട്ട് ഇത് സ്ട്രിപ്പായിട്ട് വന്നു. അപ്പോൾ ഇത് ഭംഗിയായിട്ട് ഇതിൽ 2 ലെയർ ഉണ്ട്. ഇത് ഇന്റേണൽ, ഇത് കോപ്പർ ഒരു കമ്പി വരുന്നുണ്ട്, പുറമെ ഒരു ഔട്ടർ ലെയറും വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഡാമേജ് ഇല്ലാണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ നൈഫ് കൊണ്ട് കട്ട് ചെയ്ത ജസ്റ്റാണ് ലെയർ ഇവിടെ കണ്ടില്ല, ഇത് കട്ടായി പോവും. ഇത് പിന്നെ ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ടൂളാണ് ഇത്. ഇതിനകത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് ഇതിലിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ചത്തിയതിൻ്റെ നൈഫ് ഇതാക്കാനൊക്കെ പറ്റുന്നതാണ്. അതുപോലെ ചെറിയ കേബിളൊക്കെ കട്ട് ചെയ്യാൻ ഇതിങ്ങനെ ഇതിലൊരു ബ്ലേഡാണ്. കോയക്സ്, മറ്റേ സാധനം കാറ്റ് 6 ഇങ്ങനെയുള്ള കേബിളുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ വയറൊക്കെ ഇതിനകത്ത് വെച്ച് നമുക്ക് പതുക്കെ സ്ട്രിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഓരോ ഗേജിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് വെച്ചാൽ ഇങ്ങനെ കറക്കി നമുക്ക് സ്ട്രിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അതിൻ്റെ കട്ടിങ് ടൂളും സ്ട്രിപ്പ് ചെയ്യാനുള്ള ടൂളും ഇത് അതിനോട് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ടതാണ്. ഇതിന് ക്രിമ്പ് ചെയ്യണമെങ്കിൽ ഇതും വേണം. ഇത് സ്ട്രിപ്പ് ചെയ്യാനും ഇത് ക്രിമ്പ് ചെയ്യാനുമാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കടത്തി സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കടത്തി വെച്ചാൽ നമുക്ക് ഇതിൽ വെച്ച് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കേബിളിൻ്റെ അകത്ത് സെൻറ്ററിലെ കമ്പി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പത്തിൽ ഇങ്ങനെ വന്നു നിന്ന് പിന്നെ ഇതിനകത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്താൽ അത് ഫുള്ളായിട്ട് ലോക്കാവും. ഇത് പ്രസ് ചെയ്താൽ പിന്നെ അഴിക്കാൻ പറ്റില്ല, പെർമനൻറ്റ് ലോക്കാണ്. അപ്പോൾ ഇതുപോലെ ഈ ഭാഗം ഒന്ന് പ്രസ് ആയത് അതെല്ലാം ലോക്കായിരുന്നു, പിന്നെ അഴിഞ്ഞു വരില്ല. അങ്ങനെയാണ് ഇത് കോയാക്സിൽ കേബിൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡിഷിന് ആണ് മെയിനായിട്ട്, TVയുടെ ആവശ്യങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്ന ഒരു പ്ലെയറിൻ്റെ ഇതിൽ പെടുത്താവുന്ന പ്രസ്സിങ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ പെടുത്തിയെന്നുള്ളൂ. ഇതൊരു ട്യൂബ് കട്ടറാണ്. ഇങ്ങനെ പല സൈസ് ചെറും വലിയ ട്യൂബുകൾ നമുക്ക് ഇവിടെ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ ട്യൂബ് ഭംഗിയായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കൃത്യമായ അളവിൽ ട്യൂബുകളൊക്കെ മുറിക്കാൻ പറ്റും. ഇത് സാധാരണ വാട്ടർ പ്യൂരിഫയറിൻ്റെ ആവശ്യങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. വാട്ടർ പ്യൂരിഫയറിൽ ട്യൂബുകൾ കൃത്യമായ അളവിൽ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും പലതിലും. അപ്പം അങ്ങനെയുള്ള ഫംഗ്ഷന്
ഉപയോഗിക്കാൻ പറ്റിയ ട്യൂബ് കട്ടർ ആണ് ഇത്. 50 രൂപ വില വരുന്നുള്ളൂ, അധികം വില വരുന്നതല്ല. പിന്നെ അതിന്റെ ഉള്ളിലുള്ള ലോക്ക് അഴിച്ചെടുക്കാൻ ഈ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ലോക്ക് ഊരിയെടുക്കുക. 2 ഫംഗ്ഷൻ ഇതിൽ ചെയ്യാൻ പറ്റും ട്യൂബ് കട്ടർ. ഇപ്പോൾ നമ്മൾ സാധാരണ ബ്ലേഡ് നൈഫ് കൊണ്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റ് ആണ്, വളരെ ഈസിയുമാണ് ഇത്. ഇത്ര കട്ടിയുള്ള ട്യൂബ് ആണെങ്കിൽ ഇതിൽ വെച്ചാൽ ഒന്ന് പ്രസ് ചെയ്താൽ പീസ് കിട്ടും. അത് വൃത്തിയായിട്ട് കറക്റ്റായിട്ട് കട്ടാവുകയും ചെയ്യും, വളരെ ഫാസ്റ്റായിട്ട്. അതിന് ബുദ്ധിമുട്ടില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ട്യൂബ് കട്ടറാണ് ഇത് വരുന്നത്. പിന്നെ ഉള്ളത് കട്ടിംഗ് പ്ലെയറിൽ കുറച്ച് വലിയ ഇതാണ്, ബോൾട്ട് കട്ടർ എന്നാണ് ഇതിന് പറയുക. ഇതിപ്പോൾ ബലം കൂടിയ കമ്പികളൊക്കെ നമ്മൾ സാധാരണ കട്ടിംഗ് പ്ലെയർ കൊണ്ട് മുറിക്കാൻ പറ്റാത്തത്, അത് ഹെവി. ഇത് 12 ഇഞ്ച് സൈസാണ്, 300 mm. ഇതിലും വലുതുണ്ട്, ചെറുതുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള കമ്പികളൊക്കെ, ഇതിപ്പോൾ അലുമിനിയം കമ്പിയാണ്, കട്ടിംഗ് പ്ലെയർ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും, ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഇരുമ്പിൻ്റെ അത്ര വേഗം വളയ്ക്കാൻ പറ്റിയ ഒരു കമ്പിയല്ല, അത് നല്ല ടെമ്പറുള്ള GI കമ്പിയാണിത്. അപ്പോൾ അതൊന്നും നമുക്ക് കട്ടിംഗ് പ്ലെയർ കൊണ്ട് മുറിക്കാനൊന്നും പറ്റില്ല, ഉളി വെച്ച് വെട്ട് അല്ലെങ്കിൽ കട്ടിംഗ് മെഷീൻ വെച്ച് മുറിക്കണം. അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള, ഇതിപ്പോൾ വേലി കെട്ടുന്ന കമ്പി, നമ്മൾ മുള്ളുവേലി കമ്പി കൊണ്ട് കെട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിതിൽ ഇങ്ങനെ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ അപ്പോൾ മുറിഞ്ഞ് അതിൽ നിന്ന് പീസ് വന്നിട്ടുണ്ട്. ഇത് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് മുറിക്കാൻ പറ്റും, അത്ര ബുദ്ധിമുട്ട്. ഇത് ബോൾട്ട് കട്ടർ എന്നാണ് ഇതിന് പറയുന്നത്. കട്ടിംഗ് പ്ലെയറിൽ ഒരു കട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് തന്നെയാണ്, കുറച്ച് വലിയ സൈസ്. ഇനി ഇതിൻ്റെ വലിയ സൈസുകളുണ്ട്, നമുക്ക് വലിയ ബോൾട്ടുകൾ വിരൽ വണ്ണമുള്ളതൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ, ലോക്കൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്. ഇങ്ങനെ വെച്ചത് കയ്യിലേക്ക് അധികം ലോഡ് വരില്ല, പ്രസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ 2 കൈ കൊണ്ട് പിടിച്ച് നമുക്കിപ്പോൾ ഇനി ഒന്ന് പ്രസ് ചെയ്താൽ മുറിഞ്ഞു കഴിഞ്ഞു, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടൂൾസ്, പ്രോപ്പറായിട്ടുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് വളരെ ഈസി ആയിരിക്കും, നമുക്ക് എളുപ്പമുണ്ട്, വർക്ക് ലോഡ് കുറയും, വർക്ക് ഫിനിഷിങ്ങും പ്രോപ്പറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ വാട്ടർ ഹോസ്, പ്ലെയർ, ട്യൂബ് കട്ടർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടി വൃത്തിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മറ്റു വേണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ കൂടുതലായിട്ട് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർ ടൂൾസ്, ഇതിപ്പോൾ പലതും ഇതിൻ്റെ പല സൈസിൽ കിട്ടും. ഇപ്പോൾ കട്ടിംഗ് പ്ലെയർ ചെറുതും വലുത് പല സൈസുകളുണ്ട്. ഇത് ഓരോ വേരിയേഷൻ ഇത് പറഞ്ഞു തന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ പലതും പല വലുപ്പത്തിൽ, ഇപ്പോൾ സൈഡ് കട്ടർ ചെറുത് വരുന്നുണ്ട്, വലുത് വരുന്നുണ്ട്, നമ്മുടെ ആവശ്യം അനുസരിച്ച്. ഇതിപ്പോൾ ബോൾട്ട് കട്ടർ, അതും ഒരുപാട് സൈസ് വരുന്നുണ്ട്. ഇതൊക്കെ ഓരോ മോഡലിൽ കാണിക്കണമെന്നേ ഉള്ളൂ. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.